അങ്ങനെ ക്ലെയിം ചെയ്തവർക്കൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഷുവറായിട്ട് നോട്ടീസ് അയക്കും. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മിഥ്യാധാരണകൾ മിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്താവും കൂടുതൽ മെയിൻ പലരും ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് കുറേ TDS പിടിച്ചിട്ടുള്ള കേസാണ്, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൊത്തമായി റീഫണ്ട് വാങ്ങിക്കാം. നിങ്ങൾ എലിജിബിൾ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള കുറച്ച് ഡിഡക്ഷൻസും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനും ഗവൺമെന്റ് പറയുന്നുണ്ട്. അത് ക്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റീഫണ്ട് വാങ്ങിക്കാം. അല്ലാതെ ഒരു അൺനെസസറി ടാക്സ് ഇവേഷൻ പാടില്ല. അങ്ങനെ ക്ലെയിം ചെയ്തവർക്കൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഷുവറായിട്ട് നോട്ടീസ് അയക്കും. അതിൽ നമ്മൾ വിചാരിക്കും നമ്മൾ അറിയൂല, ഒരിക്കലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അറിയില്ല. നമ്മളെ സാലറി അക്കൗണ്ടിലേക്ക് കയറുന്നത് മാത്രമല്ലേ അവർ കാണുന്നുള്ളൂ, അല്ലെ നമ്മുടെ ഇൻകം അക്കൗണ്ടിലേക്ക് കയറുന്ന മാത്രമേ അവരറിയുന്നു. അങ്ങനെയല്ല. ഒരു വലിയ 1 കോടി രൂപേൻ്റെ കാറ് ഞാൻ വാങ്ങിയെന്ന് വെച്ചോളും, പക്ഷെ ആ കാറ് 1 കോടീൻ്റെ വാങ്ങണമെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ആ ഒരു പൈസ വേണ്ടേ? അപ്പോൾ ഷുവറായിട്ട് ഞാൻ ആ ഇൻകം എവിടുന്നാന്നും ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രമല്ലേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഇസ് ഓൾസോ വാച്ചിങ് അവർ എക്സ്പെൻസസ്, വാട്ട് വി ആർ സ്പെൻഡിങ്. ഇവിടെ ഒരു ലക്ഷറി ഹോട്ടലിൽ പോയിട്ട് ഞാൻ താമസിക്കുന്നു, അപ്പം അത് സ്പെൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് സം ഇൻകം വേണം. ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നു, ഇതൊക്കെ ഒരു വാച്ചിങ് അപ്പോഴാണ്. പക്ഷേ ആൾക്കാർ വിചാരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇൻകം മാത്രം കാണിച്ചാൽ മതി, ഈ ഇൻകം അക്കൗണ്ടിൽ വന്നത് മതി. ഇതല്ല, ഇത് കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ നോട്ട് എഫ്രൈഡ്, വി നോ നീഡ് ഓഫ് സ്ട്രെസ്.